ഇപ്പോ കുറെ പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് താത്ത നന്നായിട്ട് മെലിഞ്ഞല്ലോ എന്നുള്ളത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ബിരിയാണി ക്രേവിങ്സ് വരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അതിന്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരാം ട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് മാത്രം, വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കൂടെ തന്നെ ഉപ്പ് ഇടാം ട്ടോ. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതേ കുക്കറിൽ തന്നെ കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിന്റെ കൂടെ കുനുകുന അരിഞ്ഞിട്ടുള്ള ഉള്ളിയും കൂടെ തന്നെ പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിരിക്കും, കാരണം നമ്മൾ ഓയിൽ ഒരുപാട് ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പം നല്ല ടൈം എടുത്തിട്ട് തന്നെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുനുകുന അരിഞ്ഞിട്ടുള്ള തക്കാളി ഇടുക, അതേപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം പാടെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഉപ്പും ഒക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തൈര്, കട്ടത്തൈര് ഉപയോഗിക്കാം കേട്ടോ, നമുക്ക് പുളിയുള്ള തൈര് വേണ്ട. അപ്പോൾ നമ്മൾ തൈര് വെറുതെ ഒരു പേരിന് മാത്രം ഇടുന്നതാണ്, കാരണം പുളിയുള്ള തൈര് ഇട്ട് കഴിയുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ് വരാം കേട്ടോ. പക്ഷേ നമ്മളിവിടെ ഹെൽത്തി മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അതിനുശേഷം ഞാനിവിടെ തിളപ്പിച്ച വെള്ളമാണ് എടുക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ നിലപാടിനനുസരിച്ച് വെള്ളം എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. കുക്കർ അടക്കുക, 2 വിസിൽ അടുപ്പിക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ തുറന്ന് നോക്കാൻ നിൽക്കണ്ട, അത് അങ്ങനെ തന്നെ അവിടെ നിന്നോട്ടെ. ആവിയൊക്കെ പോയതിനു ശേഷം തുറന്ന് നോക്കി കഴിയുമ്പോൾ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള മുട്ട ബിരിയാണി സെറ്റ് ആയിട്ടുണ്ടാവും. ആഡംബരത്തിന് വേണമെങ്കിൽ ഇതാ ഇതേപോലെയൊക്കെ ചെയ്തിട്ട് കഴിക്കുക. ഇനിയിപ്പോൾ ആഡംബരം ഒന്നും വേണ്ടെന്നാണെങ്കിൽ അങ്ങോട്ട് വിളമ്പി കഴിക്കുക. അതിന്റെ കൂടെ കുറച്ച് കേടോ യോഗോട്ടോ ഒക്കെ എടുത്തിട്ട് അതും കൂടി ഒക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.